ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അമ്പലത്തിൽ പോയിട്ടുള്ള വീഡിയോ ആയിട്ടാട്ടോ. അപ്പോൾ അമ്പലത്തിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളോടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പോയിട്ടുള്ളത് തിരുമാടാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലേക്കാട്ടോ, അങ്ങാടിപ്പുറം. ഏകദേശം നല്ല പ്രശസ്തമായിട്ടുള്ളൊരു അമ്പലം തന്നെയാണിത്. എൻ്റെ മോൻ്റെ പിറന്നാളായിരുന്നു. അപ്പോൾ ഞാനും മോനും ഏട്ടനും ഏട്ടൻ്റെ സിസ്റ്ററുടെ മോളും കൂടിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം നല്ല ലോങ്ങുള്ളൊരു അമ്പലമാട്ടോ അത്. ഞങ്ങൾ ഏകദേശം ഒരു 8 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 11:30 ടൈമൊക്കെ ആയപ്പോഴാട്ടോ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അവിടുന്ന് 2 ബസ് കയറണം. അത്യാവശ്യം ലോങ് തന്നെ ഉണ്ട് കേട്ടോ അമ്പലത്തിലേക്ക്. അപ്പം ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി വന്ന ടൈമിൽ തന്നെ ഒരു എഴുന്നള്ളിപ്പാട്ടോ കണ്ടത്. ഞാൻ ഏകദേശം ഒരു 8 വർഷം മുന്നാട്ടോ ഈ അമ്പലത്തിലേക്ക് വന്നിട്ടുള്ളത്. ഒരു 2017 ആ കാലഘട്ടത്തിലൊക്കെയാണ് വന്നിട്ടുള്ളത്. അന്ന് എൻ്റെ അടുത്തുള്ള വീട്ടിലത്തെ കുട്ടീൻ്റെ കല്യാണം ഉണ്ടായിരുന്നു, ഒരു അയൽവാസീൻ്റെ മോളെ കല്യാണം ഉണ്ടായിരുന്നു, അതിന് വന്നതാണ്. അതിന് ശേഷം ഇത് അപ്പോഴാണ് ഈ അമ്പലത്തേക്ക് വരുന്നത്. അന്ന് ഒട്ടും വിചാരിച്ചിട്ടുണ്ടായില്ല ഇനി വരുമ്പോൾ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായി കുട്ടീൻ്റെ പിറന്നാളിനെ ഞാൻ ഈ അമ്പലത്തേക്ക് വരുള്ളൂ എന്നൊക്കെ. കുറച്ച് ലോങ് അല്ലേ, അപ്പം അങ്ങനെ എപ്പോഴും പോണൊരു അമ്പലമല്ല. നല്ല രസമുള്ള ഒരു അമ്പലം കേട്ടോ. നമ്മൾ കാടാമ്പുഴ ഗുരുവായൂർക്കൊക്കെ പോണ പോലെ ചുറ്റും കച്ചവടക്കാർ, അതിൻ്റെ നടുക്ക് കൂടെ നമ്മളിങ്ങനെ പോവുക, ഒരുപാട് സ്റ്റെപ്പ് കയറി പോവുക. പോയവർക്കറിയാം നല്ലൊരു രസമുള്ളൊരു അമ്പലമാണ്. അമ്പലത്തിൻ്റെ ചുറ്റുഭാഗങ്ങളൊക്കെ കാണാൻ നല്ല രസം കേട്ടോ. ഇവിടെ അത്യാവശ്യം ഇപ്പം തന്നെ നല്ല തിരക്കുണ്ട്. ഇനി ഉത്സവമാകുമ്പോൾ കൂടും. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി അമ്പലത്തേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പുകളാട്ടോ. അപ്പോൾ അങ്ങനെ പടിപടിയായി കയറി ലാസ്റ്റ് എൻ്റെ എത്തുമ്പോൾ നല്ലൊരു വൈബാട്ടോ, നല്ല രസമാണ് അമ്പലത്തിൻ്റെ ലാസ്റ്റ് പടി എത്തുമ്പോൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. 25-ാം തീയതി ആയിരുന്നു ഉത്സവം. ഞങ്ങൾ പോയിട്ടുള്ളത് 21-ാം തീയതി ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇനി 25-ാം തീയതി ആകുമ്പോൾ ഇതിലേറെ ജനങ്ങളാവും, നല്ലോണം ആൾക്കാരുണ്ടാവും, എഴുന്നള്ളിപ്പും അങ്ങനെ പല പല പരിപാടികളുണ്ടാവും. അപ്പോൾ ഞങ്ങൾ പോയിട്ടുള്ളത് 21-ാം തീയതി ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ കേട്ടോ ഞങ്ങൾ ഈ അമ്പലത്തേക്ക് പോയത്. ഏട്ടൻ പറഞ്ഞു ഇങ്ങനെ പോവാൻ, അങ്ങനെ അങ്ങോട്ട് പോയതാണ്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങോട്ട് വരുന്നത്. പ്രതീക്ഷിക്കാതെ പോയി, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അമ്പലത്തേക്ക് വരുന്നത്, അത് ഞങ്ങളെ മോൻ്റെ പിറന്നാളിന്. അപ്പോൾ ഒരു പ്രത്യേക സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടോ അന്ന്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി വഴിപാടുകളൊക്കെ കഴിപ്പിച്ചു, പ്രസാദമൊക്കെ മേടിച്ചു. ഈ പ്രസാദം എന്തോരം ടേസ്റ്റ് ആയിരുന്നെന്നറിയോ. നാളികേരവും ശർക്കരയും മാത്രം ഇട്ടിട്ടൊരു പ്രസാദം, നല്ല ടേസ്റ്റ് കേട്ടോ. പുഷ്പാഞ്ജലിക്കുള്ള പ്രസാദമായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ബാക്ക് ഭാഗം കേട്ടോ, ബാക്ക് ഭാഗത്തു നിന്ന് വന്നാൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോവാണ് കാണാൻ. അപ്പോൾ അമ്പലത്തിൻ്റെ ബാക്ക് ഭാഗം മുന്ന് ഭാഗം ഒരേപോലെ തന്നെയാണ്, ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മളിങ്ങനെ കയറിപ്പോവും. അപ്പോൾ നമുക്കിനി ബ്രിട്ടീഷുകാരുടെ പാലം കണ്ടാലോ. നല്ല ഭംഗിയില്ലേ സ്ഥലങ്ങളൊക്കെ കാണാൻ. അങ്ങനെ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് സേവ് ദ ഡേറ്റിനൊക്കെ പറ്റിയൊരു പ്ലേസ് ആട്ടോ എനിക്ക് തോന്നുന്നു. കാരണം നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു കേട്ടോ അവിടെയൊക്കെ. ഈ കാണണതൊക്കെ പാറ കേട്ടോ. ഈ പാറ കൊത്തി ഉണ്ടാക്കിയിട്ട് ഒരു പാലം പോലെ ഉണ്ടാക്കിയിട്ടാണുള്ളത്. ഈ പാലം ഒരു പാറ കൊത്തി തൂണ് രൂപത്തിൽ കൊത്തി ഉണ്ടാക്കി അതിൻ്റെ മേലെ കൂടെ കേട്ടോ നമ്മൾ നടന്നു പോണത്. ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയെന്നാണ് അറിയപ്പെടുന്നത്. കാണാൻ തന്നെ ഒരു കൗതുകമുള്ള സ്ഥലങ്ങളായിരുന്നു കേട്ടോ അതൊക്കെ. നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു. ഒരുപാട് പാറകളുണ്ട്. ആ പാറേൻ്റെ ഭാഗത്ത് നിന്നാലേ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ കഴിയൂ. നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ മേലേക്ക് അങ്ങോട്ടൊക്കെ പാടാട്ടോ. അപ്പോൾ ഇതാട്ടോ പാലം. എത്ര വർഷം പഴക്കമുണ്ടാവില്ലേ ഈ പാലത്തിന്. എത്ര 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 പഴയ പഴയ ചരിത്രങ്ങളുണ്ടാവും ഈ പാലത്തിന്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നല്ലത് അറിയപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ നിന്ന് ഞാൻ കുറേ നേരം ആലോചിച്ചിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയിട്ടോ. ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ട് നെയ്റോസ്റ്റും ചായയൊക്കെ കഴിച്ചു. മോൻ്റെ പിറന്നാൾ ഞങ്ങൾ തലേ ദിവസം തന്നെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പെരുന്നാളും പിറന്നാളും കൂടി ഒപ്പമായിരുന്നു. ഞങ്ങൾക്കൊരു ഉമ്മ ഉണ്ട്, അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ പെരുന്നാളും പിറന്നാളും കൂടി ഒന്നിച്ച് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.